കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം. എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങളെ ആധാരമാക്കി യഥാസ്ഥാനപ്പെടുക എന്ന ഒരു വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ധാരാളമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നാം ആ വാക്യത്തെ അടിസ്ഥാനമാക്കി ദൈവജനത്തിന് ഒരു യഥാസ്ഥാനത്വം ആവശ്യമായിട്ട് വന്നു. എന്തുകൊണ്ട് ഒരു യഥാസ്ഥാനത്വം വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, ദൈവം അവരെ ആക്കിയ സ്ഥാനത്ത് നിന്ന് അവർ മാറിപ്പോയി എന്നുള്ളതാണ്. അവർ ദൈവമാക്കിയ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകുവാൻ, അല്ലെങ്കിൽ ദൈവം അവരെ മാറ്റുവാൻ തക്കവണ്ണം കാരണമായിട്ട് തീർന്നത് അവരുടെ പ്രാർത്ഥനാ വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് കൽപ്പനകളുടെ ലംഘനമായിരുന്നു എന്നുള്ളതാണ്. ദൈവം അവരോട് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നതായ കൽപ്പനകളെ അവർ അത് ചെയ്യാതെയും, ചെയ്യരുത് എന്ന് പറഞ്ഞതായ കൽപ്പനകളെ ചെയ്യുകയും ചെയ്തതുകൊണ്ട് ദൈവമാക്കിയ സ്ഥാനത്ത് അവരെ കാണാതെ അവർ മാറിപ്പോകുവാൻ അത് വലിയ കാരണമായിട്ട് തീർന്നു. പുതിയ നിയമത്തിൽ നിന്നാണ് നമ്മൾ ആ വാക്യം എടുത്ത് പരിശോധിക്കുന്നതെങ്കിലും ഇതുവരെ പുതിയ നിയമത്തിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ അധികമായിട്ട് വന്നില്ല. എന്നാൽ പഴയ നിയമത്തിൽ നിന്ന് ആണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ധ്യാനിക്കുവാനും കൂടെ പുതിയ നിയമത്തിൽ നിന്നും ചില കാര്യങ്ങളും ഓർക്കുവാനുമാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ കൽപ്പനകളെ ലംഘിച്ചു എന്ന് പറയുമ്പോൾ ദൈവ കൽപ്പനകളുടെ പ്രാധാന്യത അത് എത്രമാത്രം വലുതാണ് എന്നുള്ളത് ചില ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു. ആ കൽപ്പനകൾ നാം പ്രമാണിക്കുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ മക്കളിലേക്ക് പകർത്തപ്പെടേണ്ടത് എത്രയും ആവശ്യമാണ് എന്ന ഒരു പഠനമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് എടുക്കുവാനായിട്ട് സാധിച്ചത്. ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മൾ അത് കാണണം. കഴിഞ്ഞ ആഴ്ചയിൽ മക്കളോടുള്ള ബന്ധത്തിൽ അവര് ഈ പ്രമാണങ്ങൾ, ദൈവത്തിന്റെ കൽപ്പനകൾ അധികമായി അവർക്ക് പകർന്നു കൊടുക്കേണ്ടതും അവര് അത് പ്രമാണിക്കേണ്ടതും ആവശ്യമാണ് എന്നുള്ള പ്രബോധനമാണ് നമ്മൾ കേട്ടത്. അങ്ങനെ വരുമ്പോ അത് മനസ്സിലാക്കി എന്നതിന്റെ തെളിവ് എന്താണ്? അത് മക്കളെ അവരുടെ ആത്മീക ജീവിതത്തിന്റെ വർധനവിന് ഞാൻ എന്തുമാത്രം താല്പര്യമെടുക്കുന്നു എന്നുള്ളത് അത് നാം നമ്മെ തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ്. നമ്മളൊരു വിഷയം പഠിക്കുന്നത്, അത് ധ്യാനിക്കുന്നത്, അത് നമ്മിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ നിലയിൽ ഒരു പ്രാവർത്തിക തലത്തിലേക്ക് വരുവാനും കൂടെ ദൈവം അതിന് കാരണമായിട്ട് തീർക്കട്ടെ. അങ്ങനെ വരുന്നില്ലെങ്കിൽ നമ്മൾ ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യമാണ്. പിന്നെ ആ തലമുറ ഒക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. അപ്പോൾ ഇത് നമുക്ക് വന്ന് ഭവിക്കുവാനായിട്ട് പാടില്ല എന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അതാത് സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ഈ ക്ലാസ്സുകൾ ഒന്നും തന്നെ വ്യർത്ഥമാണ് എന്നാരും ചിന്തിക്കണ്ട. ഇതൊരു പ്രയോജനമില്ലാത്ത ഒരു കാര്യമാണ് എന്നാരും കരുതണ്ട. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നാം ഇത് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ നാളെ അനേകം സഭാഹോളുകൾ ശൂന്യമായി തീരുന്ന ആ വലിയ ഭയാനകമായ ഒരു അനുഭവം ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ നിന്നും കടന്നു വന്ന്, ഞാൻ ഒരിക്കൽ അത് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ, ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞത്, താൻ അവിടെ ചെല്ലുമ്പോ, കുടുംബമായിട്ട് ചെല്ലുമ്പോ ആ സഭയിലുള്ളതായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആ സഭാ ശുശ്രൂഷകളിൽ
പങ്കെടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കൾ കടന്നു വരും, കുഞ്ഞുങ്ങളെ വേറെ ഒരു സ്ഥലത്താക്കി അവരെ ശുശ്രൂഷിക്കുന്ന ഒരു രീതിയായിരുന്നു. എന്നാൽ തന്നെ ഇത് വളരെ വേദനിപ്പിച്ചു. താൻ ആ സഭാ നേതൃത്വത്തോട് പറഞ്ഞു, ഇത് യോഗ്യമായിരിക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ കരുണയാൽ ആ കാര്യം അവർക്കത് ബോധ്യപ്പെട്ടു. പിന്നത്തേതിൽ കുഞ്ഞുങ്ങൾ അല്പം അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാക്കും. അവർ ചിലപ്പോൾ ഓടി നടന്നു എന്ന് വരാം, അവർ ചിലപ്പോൾ കരഞ്ഞു എന്ന് വരാം, അതൊക്കെ സ്വാഭാവികം. എന്നാൽ ആ കുഞ്ഞുങ്ങളെ സഭായോഗത്തിലേക്ക് ഇരുത്തി ആ നിലയിൽ ആ സഭ പിന്നീട് തുടർന്ന് പോയപ്പോൾ താൻ പറഞ്ഞത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ആ സഭാ കൂടിവരവുകൾ മുൻപോട്ട് പോകുവാനും തലമുറകളും ദൈവത്തെ അറിയുവാനും ഇടയായിട്ട് തീർന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ച പരാജയം കുഞ്ഞുങ്ങളെ ആ നിലയിൽ ആത്മീകമായ ശുശ്രൂഷകളിൽ പങ്കെടുപ്പിക്കാതെ അവരെ അകറ്റി നിർത്തി. അപ്പോൾ അവരുടെ ഉള്ളത്തിൽ കയറിയ കാര്യം എന്താണ്? ഇത് ഇത്രത്തോളം ഉള്ളൂ, ഇതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള അനേകം സഭാഹോളുകൾ, അനേകം പള്ളികൾ ബാറുകളായിട്ടോ സിനിമാ തിയേറ്ററുകളായിട്ടോ ക്ലബുകളായിട്ടോ മാറ്റപ്പെട്ടു. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഗതികേട് നമുക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം മോശ മുഖാന്തരവും യോശുവ മുഖാന്തരവും പ്രവാചകന്മാർ മുഖാന്തരവും കർത്താവ് മുഖാന്തരവും അപ്പോസ്തലന്മാർ മുഖാന്തരവും സംസാരിച്ചപ്പോഴെല്ലാം തന്നെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മക്കളെയും ഇത് പഠിപ്പിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നാം കണ്ടു, 78-ാം സങ്കീർത്തനമാണ് തോന്നുന്നത്, അതിൽ നാം കണ്ടു 5 തലമുറ, അല്ലെ, 5 തലമുറകളോട് നിങ്ങൾ ഈ കാര്യം പറയണമെന്നാണ്. അപ്പോൾ അത്രത്തോളം ആയുസ്സും ആരോഗ്യവും ദൈവം നമുക്ക് തന്നാൽ മക്കളോട് മാത്രമല്ല, മക്കളുടെ മക്കളോടും അവരുടെ മക്കളോടും ജനിപ്പാനിരിക്കുന്നവരോടും അത് പറയുക എന്നുള്ളത് നമ്മുടെ കടപ്പാടാണ്. ദാവീദ് പറയുന്നുണ്ട്, എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, വരുവാനിരിക്കുന്ന തലമുറയോട് നിന്നെയും നിന്റെ പ്രവൃത്തിയെയും കുറിച്ച് എനിക്ക് അറിയിക്കണം. എനിക്ക് നരയും എനിക്ക് പ്രായവുമുള്ള സമയത്തും എന്റെ ആഗ്രഹം അതാണ്, എനിക്ക് തലമുറകളോട് നിന്റെ വീര്യപ്രവൃത്തികളെ കുറിച്ച് എനിക്ക് പറയണം. അപ്പോൾ പ്രിയ സഹോദര സഹോദരിമാരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ കാര്യങ്ങൾക്ക് വളരെ മുൻഗണന കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തെ അറിയാത്ത വേറൊരു തലമുറ അന്നുണ്ടാകുവാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തലമുറകളോട് അവർ ഈ കാര്യം പകർന്നു കൊടുത്തില്ല, പങ്കുവെച്ചില്ല എന്നുള്ളതാണ്. രണ്ടാമത് മറ്റൊരു കാരണം എന്റെ ധ്യാനത്തിൽ നിന്ന് എനിക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞത്, നമുക്കറിയാം ദൈവം മോശയോട് പറഞ്ഞിരുന്നത് ചെങ്കടൽ കടന്ന് യോർദാൻ കടന്ന് അതിനപ്പുറത്തുള്ള കനാൻ ദേശമാണ് അവർക്ക് കൈവശമായി കൊടുക്കും എന്ന് പറഞ്ഞത്. അപ്പൊ ദൈവം അവർക്ക് അവകാശമായി കൊടുത്തിരുന്ന ദേശത്ത് അവർ ചെല്ലുമ്പോൾ ആ ദേശത്ത് എങ്ങനെ പാർക്കണം എന്ന നിയമം അവർക്ക് കൊടുത്തിരുന്നു. പക്ഷെ ആ നിയമം അവര് ലംഘിച്ചു. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന കനാൻ ദേശമാണ്. ആ ദേശം ഒരുപക്ഷെ നമുക്കറിയാം, ഇന്നത്തെ കോൺഗ്രസ് നാം നോക്കുമ്പോൾ താൽക്കാലികമാണ്. എന്നാൽ പാലും തേനും ഒഴുകുന്ന വളരെ ഫലഭൂയിഷ്ടമായ സമൃദ്ധി നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു കനാൻ ദേശം. അവിടുന്ന് മുന്തിരി കൊലകളൊക്കെ കൊണ്ടുവന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. അത്രമാത്രം സമ്പുഷ്ടമായിരിക്കുന്ന ഒരു പ്രദേശമാണ് അവർക്ക് നൽകിക്കൊടുത്തത്. അവർ പണിയാത്ത വീടുകൾ, അവർ അധ്വാനിക്കാത്ത കൃഷിയിടങ്ങൾ, ഇതെല്ലാം അവർക്ക് സ്വന്തമായിട്ട് അനുഭവിക്കുവാൻ അവർക്ക് കഴിയുമായിരിക്കെ ദൈവം അവരോട് പറഞ്ഞിരുന്ന കാര്യം എന്താണ്? ആ ജാതികളോട് നിങ്ങൾ ഇട കലരുവാൻ പാടില്ല. ഇടകലരുവാൻ പാടില്ല എന്ന് മാത്രമല്ല, അവരോട് യുദ്ധം ചെയ്ത് അവരെ നിങ്ങൾ നിർമൂലമാക്കണം, അവരെ ഒഴിവാക്കണം, അവരോട് കനിവ് തോന്നരുത്, അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന പ്രമാണം എന്ന് പറയുന്നത്. നാം അതേക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഇന്ന് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെടാം. നാം ഒരു കാര്യം ഓർക്കേണ്ടത്, അവിടെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കനാൻ ദേശം അവകാശമാക്കി കൊടുക്കുമ്പോ അവിടെ അവർക്ക് ആരുണ്ട്? ശത്രുക്കൾ ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മോടുള്ള ബന്ധത്തിൽ നാമും കരുതുക,
എന്താ കരുതേണ്ടത്? നാമും പാർക്കുന്നിടത്ത് നമുക്കും ഇവിടെ എന്തൊക്കെയുള്ള ദേശമാണ്? ഇവിടെ പിശാചുണ്ട്, ഇവിടെ പാപമുണ്ട്, ഇവിടെ നമുക്ക് ശത്രുക്കളുണ്ട്, ഇല്ലേ? ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നതിന്റെ മധ്യത്തിലാണ് ദൈവം നമ്മെയും എന്ത് ചെയ്യുന്നത്? നമ്മെയും പാർപ്പിച്ചിരിക്കുന്നത്. നാം യോഹന്നാന്റെ സുവിശേഷം, പ്രത്യേകിച്ച് മാളികമുറി പ്രഭാഷണം നമ്മൾ പഠിച്ച സമയത്ത് ഓർത്ത ഒരു കാര്യമുണ്ട്. അത് അവിടെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നാകുന്നു എന്റെ പ്രാർത്ഥന. അപ്പോൾ അവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന കാര്യം എന്താണ്? അവര് ഈ ലോകത്തിൽ ഇരിക്കുന്നു, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാക്കണമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ അവർക്ക് എന്തുണ്ട്? അല്ല, എന്താ നാം വായിച്ചത്? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടരുത് എന്ന് പറയുമ്പോൾ അവർക്ക് ആരുണ്ട്? ദുഷ്ടനുണ്ട്, അല്ലെ? അവരെ നിരന്തരമായി ഉപദ്രവിക്കുവാൻ, അവരെ ഇല്ലായ്മ ചെയ്യുവാൻ, അവരെ നശിപ്പിക്കുവാൻ ഉള്ളതായ ദുഷ്ടൻ അവിടെ ഉണ്ട്. അതുകൊണ്ടല്ലേ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളണം. ദുഷ്ടൻ ചുമ്മാതിരിക്കുകയുമല്ല. ദുഷ്ടൻ എന്താ ചെയ്യുന്നത്? ആ ദുഷ്ടൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ദുഷ്ടൻ തന്റെ ജനത്തോട് സദാകാലവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പോരാടിക്കൊണ്ടിരിക്കുക. അവൻ വെറുതെ ഇരിക്കുന്നില്ല, പിശാച് വെറുതെ ഇരിക്കുന്നില്ല, അവൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാം ഒരു സത്യം മനസ്സിലാക്കണം, സുരക്ഷിതത്വമായ ഒരു സ്ഥലത്തല്ല ഞാനും നിങ്ങളും നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. ഏത് സമയത്തും നമ്മോട് ദുഷ്ടൻ എന്ത് ചെയ്യുന്നുണ്ട്? പോരാടുന്നുണ്ട്. ഒരുപക്ഷെ നാം അറിയാതെയോ അറിഞ്ഞോ ഒരുപക്ഷെ പലതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് വരാം. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മൾ പറയും, ഇത് പിശാചിന്റെ ഒരു വലിയ പോരാട്ടമാണല്ലോ, തന്ത്രമാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഞങ്ങളെ സഹായിക്കണമേ. ചിലപ്പോഴെങ്കിലും നമ്മളത് അറിയാതെ പോകുന്നുണ്ട്. എന്നാൽ നാം അതിൽ ജാഗ്രത ഉള്ളവരായിരിക്കണം. കാരണം ദൈവം നമ്മെ ആക്കി വെച്ചത് ഈ ദുഷ്ടതയും പാപവും പിശാചും വഷളത്വവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ലോകത്താണ്. ഇന്ന് ആ മ്ലേച്ഛത അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്, കൊടുമ്പിരി കൊണ്ടു നിൽക്കുകയാണ്. അയ്യോ, വൃത്തികേടുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. വളരെ മോശമായ രീതികളാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. അതിന്റെ മധ്യത്തിലാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ചില വേർപാടുകൾ നമ്മിൽ ഉണ്ടാകണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ളതിന്റെ മധ്യത്തിലാണ് നിങ്ങൾ പാർക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാകണം? നിങ്ങൾക്ക് വേർപാട് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1, 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികൾ ആവിത്. ആ വാക്യത്തിൽ നിന്ന് നാം എന്താ മനസ്സിലാക്കുന്നത്? ദൈവം ഇസ്രയേലിനെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു, അത് സത്യമാണ്. പക്ഷേ അവര് എന്ത് ചെയ്യണമെന്ന് 2 കാര്യങ്ങളാണ് അവരെ നാം വായിക്കുന്നത്. ഒന്ന്, അവർ യുദ്ധങ്ങളെ നേരിടണം. 2, യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത തലമുറകളെ യുദ്ധം അവര് അഭ്യസിപ്പിക്കണം. ആദ്യം ഇവരെന്ത് ചെയ്യണം? ഇവർ യുദ്ധത്തെ നേരിടണം, ഇവർ പോരാടുന്നവരായി മാറണം. 2, ഇവരെങ്ങനെയാണ് പോരാടുന്നത്? പിശാചിനോട് എങ്ങനെയാണ് പോരാടുന്നത്? ഈ ജാതികളോട് എങ്ങനെയാണ് പോരാടുന്നതെന്ന് ആരെ പഠിപ്പിക്കണം? തലമുറകളെ പഠിപ്പിക്കണം. കണ്ടോ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ? മക്കൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെട്ടോളും, എങ്ങനെയെങ്കിലും ശാനപ്പെട്ടോളും, എങ്ങനെയെങ്കിലും നന്നായിക്കോളും, എങ്ങനെയെങ്കിലും ദൈവത്തോടു കൂടെ നടന്നോളും എന്നൊന്നും നമ്മൾ ആരും തെറ്റിദ്ധരിക്കണ്ട. അത് മിഥ്യാബോധമാണ്. ഞാൻ അതിലേക്ക് വന്നുകൊള്ളാം വിശദമായിട്ട്. ഒരു ദൈവദാസനെ അടുത്ത ദിവസത്തിൽ പറഞ്ഞത് ഏതാണ്ട് 50-ൽ താഴെ വരുന്ന ജാതികൾ, ചെറുതും വലുതുമായിട്ടുള്ള ജാതികളാണ് ഈ കനാൻ നാട്ടിലും ചുറ്റുപാടുകളിലും ഉണ്ടായിരുന്നത്. ഇത്രയും ജാതികളെ ദൈവം നിർത്തി. നാം അതേക്കുറിച്ച് ഒരു വാക്യം ഒന്ന് വായിച്ചാൽ നമുക്ക് അത് അറിയുവാനായിട്ട് സാധിക്കും. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം മുതൽ
വേണ്ട, 22 വാക്യം. യോശുവ മരിക്കുമ്പോൾ വിട്ടേച്ചു പോയ ജാതികളിൽ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ യഹോവ ആ ജാതികളെ വേഗത്തിൽ നീക്കിക്കളയാതെയും യോശുവയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു. അപ്പോൾ ചില ജാതികള് ദൈവത്തിന് വേണമെങ്കിൽ അവരെ അങ്ങ് നിർമൂലമാക്കി കളയാമായിരുന്നു. പക്ഷേ ദൈവം അത് ചെയ്തില്ല. ദൈവം അവരെ നിലനിർത്തി. ദൈവം അവരെ നീക്കിക്കളയാതെ വെച്ചിരുന്നു. എന്തിനാ വെച്ചത്? എന്താ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിച്ചത്? ഇവർക്ക് പോരാട്ടമുണ്ട്. നിങ്ങൾ പോരാടണം, നിങ്ങൾക്ക് യുദ്ധമുണ്ട്. നാം ഈ പഴയ നിയമം വായിക്കുന്ന സമയത്ത് നമുക്ക് ഈ തരത്തിലുള്ള യുദ്ധങ്ങളും കൊന്നുകളയുക, ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള നിരന്തരം അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് കാണുവാനും പഠിക്കുവാനുമായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം അതിന്റെ ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുവാൻ വളരെ ആവശ്യമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇന്ന് നമുക്ക് നമ്മോട് എതിർക്കുന്ന ജാതികളെ കൊല്ലാനൊന്നും നമുക്ക് അധികാരമില്ല. അവരോട് യുദ്ധം ചെയ്യാനും ദൈവം നമ്മോട് പറഞ്ഞിട്ടില്ല. കാരണം കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്: എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമല്ല. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ആ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ഐഹികമല്ല, അത് ലൗകികമല്ല. ആ രാജ്യത്തിന്റെ പണി നടക്കുന്നത് ആളുകളെ കൊന്നൊടുക്കിയല്ല, രാജ്യങ്ങളെ പിടിച്ചടക്കിയല്ല. അത് ആത്മീകമായിരിക്കുന്ന ഒരു മണ്ഡലമാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങളും ചേർന്നതാണ് ആ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ രാജ്യത്തിന് വേണ്ടി ഇന്ന് നമ്മൾ ജാതികളെ നീക്കിക്കളയേണ്ട ആവശ്യമില്ല. എത്രയോ ജാതികളായിരിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. നാം അവരെ നീക്കാനായിട്ടൊന്നും ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മോട് പറയുന്നില്ല. എന്നാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ചില കാര്യങ്ങൾ നാം അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് തന്നെ എന്ത് ചെയ്തുവെന്നാണ്: പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ അവിടെ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തു പോലും എന്താ ചെയ്തത്? അവൻ പോരാടി. ആരോട് പോരാടി? ഈ പിശാചിനോട് അവൻ പോരാടി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില ബൈബിൾ ക്ലാസ്സുകൾ സാജു ജോൺ സഹോദരൻ വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേർ കേട്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കേൾക്കാൻ സാധിക്കുമെങ്കിൽ അത് കേൾക്കണം, ഞാൻ വിശദമാക്കുന്നില്ല. അപ്പോൾ ഇവിടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ലൂക്കോസിന്റെ സുവിശേഷം 4:1 വരുമ്പോൾ, അത് താഴേക്ക് വരുമ്പോ 40 ദിവസം പിശാച് അവൻ എന്ത് ചെയ്തു? അവൻ നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചു എന്ന 4:13 വായിക്കുന്നു. പരീക്ഷ തികച്ച ശേഷം അപ്പോൾ അവൻ എന്താ ചെയ്തത്? ആ പിശാചിനോട് എന്ത് ചെയ്തു? പോരാടി. ആ പരീക്ഷയിൽ നമ്മുടെ കർത്താവ് വിജയിച്ചു. എന്നിട്ട് 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അപ്പോ നമ്മുടെ കർത്താവ് സകലത്തിനും മാതൃക കാണിച്ചു എന്ന് തിരുവെഴുത്ത് പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് ആ ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ നാം ഓർക്കേണ്ടത്, കർത്താവ് ഈ ലോകത്തിൽ വന്ന സമയത്ത് തന്നെ, തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ പിശാചിനോട് പോരാടി പരീക്ഷകളെല്ലാം തികച്ചിട്ടാണ് എന്ത് ചെയ്തത്? തന്റെ പ്രവർത്തനത്തിലേക്ക് താൻ ഇറങ്ങിയത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതേക്കുറിച്ച് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അവൻ ജാതികളെ കീഴടക്കാൻ വന്നു എന്നല്ല, അവൻ ആരോടെങ്കിലും യുദ്ധം ചെയ്യാൻ വന്നു എന്നല്ല. അവൻ എന്താ ചെയ്തത്? എന്തിനാ വന്നത്? പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുക. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടതിനേക്കാൾ തികച്ചും വ്യത്യസ്തം. അന്നവർക്കുണ്ടായിരുന്ന കൽപ്പന എന്ന് പറയുന്നത് അവരുടെ ചുറ്റും പാർക്കുന്നതായ ജാതികളെ അവരെന്ത് ചെയ്യണം? അവര് കീഴ്പ്പെടുത്തണം, അവരെ നശിപ്പിക്കണം, അവരോട് സന്ധി ചെയ്യാനായിട്ട് പാടില്ല. അതൊക്കെ പിന്നാലെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം.
അപ്പോ ഇവിടെ നാം വായിച്ചതുപോലെ കർത്താവ് ഇവിടെ പറയുന്നത് അവൻ വന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ വന്നവൻ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം, ഇതൊക്കെ നേരത്തെയുള്ള ചില പഠനങ്ങളിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ്. അവിടെ വായിക്കുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ എന്ത് ചെയ്തു? ആയുധവർഗം വെപ്പിച്ചു. പിശാചിന്റെ ആയുധവർഗം വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പ്രവൃത്തികളെ എല്ലാം ആര് ജയിച്ചു എന്നാണ്? നമ്മുടെ കർത്താവ് ജയിച്ചു എന്നാണ്. നാം ആ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുക എന്നുള്ളിടത്ത് നമുക്കറിയാം, അത് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതായിരുന്നു കർത്താവിന്റെ നേരെ പിശാച് കൊണ്ടുവന്നതായ ആയുധങ്ങൾ. എന്നാൽ ആ ആയുധങ്ങളെ മുഴുവനും എന്ത് ചെയ്തു? ആയുധവർഗം വെപ്പിച്ചു എന്നാണ്. തന്റെ കാൽക്കൽ കൊണ്ടുവന്ന് പിശാച് നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ഏതെല്ലാം ആയുധങ്ങളാണോ അവൻ കൊണ്ടുവന്നത്, ആ ആയുധങ്ങളെ മുഴുവനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽക്കൽ പരാജിതനായ ശത്രു കൊണ്ടുവന്ന് വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം. എന്നിട്ട് നമ്മോട് എന്താ പറഞ്ഞത്? എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ, അത് നമുക്കറിയാവുന്ന വാക്യമാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ 11 മുതലുള്ള വാക്യങ്ങൾ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതെന്ന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ഇന്ന് നമ്മോടെന്താ പറയുന്നത്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. പിശാചിന്റെ തന്ത്രങ്ങളോട്. അത് കേവലം മനുഷ്യരോടെന്നല്ല. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് കനാന്യരോട്, അമാലേക്യരോട്, അമ്മോന്യരോട്, മോവാബിനോട് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം, അവരെ കീഴ്പ്പെടുത്തണം. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് പിശാചിന്റെ തന്ത്രങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. ഓർക്കുക, ഇത് ആദ്യം ആരാ ചെയ്യണമെന്ന് നമ്മൾ ധ്യാനിച്ചത്? ഇത് ആദ്യം ആരാ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ പിശാചിന്റെ തന്ത്രങ്ങളോട് എങ്ങനെയാണോ പോരാടുന്നതെന്ന് ആര് കാണണം? നമ്മുടെ തലമുറ കാണണം. നാം ഇതിനോട് പോരാടാതെ നാം ഈ ശത്രുവിന് കീഴ്പ്പെട്ടു പോയാൽ പിന്നെ മക്കൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ? മക്കൾക്ക് പിന്നെ അത് പോരാടാൻ അവർക്ക് സാധിക്കുമോ? അവർക്കത് മനസ്സിലാക്കാൻ കഴിയുമോ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ആദ്യം നാം പഠിക്കണം. അതാണ് നാം ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്. എന്ത് ചെയ്യണം? നിങ്ങൾ പോരാടണം, നിങ്ങൾ യുദ്ധം ചെയ്യണം. ഇതാദ്യം നമ്മൾ ചെയ്യണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അതിന്റെ താഴെ വായിക്കുന്ന 12-ാം വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. പഴയ നിയമത്തിൽ ആരോടായിരുന്നു? ജഡരക്തങ്ങളോടായിരുന്നു. ഇന്ന് നമുക്ക് ജഡരക്തങ്ങളോട് പോരാടാൻ അനുവാദമേ ഇല്ല. ഒരു മനുഷ്യനോട് പോലും പോരാടുവാൻ നമുക്ക് അനുവാദമില്ല. പിന്നെ ആരോടാണ് പോരാടേണ്ടത്? അവിടെ നമ്മൾ വായിക്കുന്നത് പോലെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ആകാശമണ്ഡലത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ എന്ന് പറഞ്ഞാൽ പൈശാചികമായിരിക്കുന്ന ശക്തികളോട്. അത് ഏതിനോട് തുലനം ചെയ്യാം? പഴയ നിയമത്തിലുള്ള നാം കണ്ടതുപോലുള്ളതായിരിക്കുന്ന ജാതികൾ, 40-ലധികം വരുന്നതായിരിക്കുന്ന ജാതികളുടെ മധ്യേ പാർക്കുന്നതായ ഇസ്രായേൽ മക്കൾ, ആ 40-ലധികം വരുന്നതായിരിക്കുന്ന ജാതികളുടെ സ്വഭാവങ്ങൾ, അതിനോടാണ് നമ്മൾ അന്ന് അവരെതിർക്കണമെന്ന് പറഞ്ഞത്. അതിന് തുല്യമായ നിലയിൽ ഇന്ന് ജാതികൾ അവർക്ക് ഇഷ്ടമുള്ളതായ കാര്യങ്ങൾ ദൈവത്തിന് വിരോധമായി ചെയ്യുമ്പോൾ അതിനെ നമ്മുടെ ജീവിതത്തിൽ വരാതെ നാം എന്ത് ചെയ്യണമെന്നാണ്? നാം എതിർക്കണം, നാം പോരാടണം. പക്ഷെ ഇന്ന് ആരും പോരാടാൻ തയ്യാറില്ല. ആയുധം വെച്ച് അങ്ങ് കീഴടങ്ങുകയാണ്. അവരങ്ങനെയാണോ ചെയ്യുന്നത്? ഞാനും അങ്ങനെ തന്നെ ചെയ്തോളാം. ഇല്ല, ഒരു വ്യത്യാസവും വേണ്ട, ഒരു മാറ്റവും വേണ്ട. അവരെങ്ങനെയാണോ ഓക്കെ, ഞാനും അങ്ങനെ തന്നെ. ഇത് കഴിഞ്ഞിട്ട് ഇത് മക്കളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇത് മക്കളെ പഠിപ്പിക്കാൻ പറ്റുമോ? ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളിൽ പിശാചിനോട് പോരാടേണ്ടതിന് പകരം മനുഷ്യരോടുള്ളതായിരിക്കുന്ന പോരാട്ടവും അതിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ നമ്മുടെ മക്കൾ എന്താ പഠിക്കുന്നത്? അതിനേക്കാൾ കഷ്ടമായിട്ട്, അല്ലേ? നമുക്ക് അല്പമെങ്കിലും ഒരു ത്രാണിയിൽ ചിലപ്പോഴെങ്കിലും പോരാടാനായിട്ട് നാം ശ്രമിക്കും.
പക്ഷേ നമ്മുടെ തലമുറയായിട്ട് വരുമ്പോൾ അവരതിനോടൊന്ന് ശ്രമിക്ക പോലും ചെയ്യില്ല. അവരമ്പേ പരാജയപ്പെടും. അതുണ്ടാകാതിരിക്കാനാ ദയവ് ചെയ്ത് പറയുന്നത്, മാതാപിതാക്കന്മാരായ നമ്മൾ ഇത് ശീലിക്കണം. നമ്മൾ പോരാടണം. എന്തിനോട് പോരാടണം? ആൾക്കാരോട് പോരാടാനല്ല പറഞ്ഞത്, മനുഷ്യരോട് പോരാടാനല്ല പറഞ്ഞത്. ഈ പിശാചിന്റെ വാഴ്ചകളോടും അവന്റെ അധികാരങ്ങളോടും. അവന്റെ താല്പര്യം എന്താണ്? നമ്മെ ഏതെങ്കിലും നിലയിൽ കീഴ്പ്പെടുത്തുക. അതിന് അവന്റേതായിരിക്കുന്ന തന്ത്രങ്ങളെ നമ്മുടെ മേൽ കൊണ്ടുവരിക. അത് ചിലപ്പോ കൺമോഹമാകാം, അത് ജഡമോഹമാകാം, അത് ജീവനത്തിന്റെ പ്രതാപമാകാം, അത് ദ്രവ്യാഗ്രഹമാകാം, അത് ദുർമോഹമാകാം, അത് അശുദ്ധിയാകാം. ഏത് തന്നെയുമാകട്ടെ, നാം ഇതിനെ എങ്ങനെയാണോ എതിരിടുന്നത്, എങ്ങനെയാണോ അതിനെ നേരിടുന്നത്, ഇത് നമ്മുടെ മക്കൾ നോക്കി കാണുകയാണ്. മനസ്സിലായോ? നാം ബലഹീനമാകുന്ന ഇടത്ത് നമ്മുടെ മക്കൾ അതിനേക്കാൾ ബലഹീനമാകും. ആശാൻ ഒന്ന് പിഴച്ചാൽ ശിഷ്യൻ എത്ര പിഴയ്ക്കുന്ന? 58 എന്ന് പറയണേ. ആശാൻ ഒന്ന് പിഴച്ചാൽ ശിഷ്യൻ 58 പിഴയ്ക്കും. എത്രയെങ്കിലും ആവട്ടെ. ഒരു കാര്യം സത്യമാണ്, ആശാൻ പിഴച്ചാൽ ആശാനേക്കാൾ കൂടുതൽ ശിഷ്യന്മാര് പിഴയ്ക്കും, തെറ്റിപ്പോകും. അതുകൊണ്ട് ആശാന്മാരായിരിക്കുന്ന നമ്മൾ, കുടുംബത്തിലെ വിശ്വാസികളായിരിക്കുന്ന അമ്മയപ്പന്മാർ പ്രത്യേകിച്ച് ഓർക്കുക, പോരാടേണ്ട ഇടങ്ങളിൽ പോരാടി തന്നെ നിൽക്കുവാൻ നമുക്ക് കഴിയണം. ഞാനൊരു ദ്രവ്യാഗ്രഹിയും ജഡമോഹിയുമാണെങ്കിൽ എന്റെ മക്കളിൽ നിന്ന് അതിനപ്പുറം ഞാന് പ്രതീക്ഷിക്കണ്ട. ഞാൻ എപ്പോഴും ദ്രവ്യാഗ്രഹം, എപ്പോഴും കാശ് 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 എന്നുള്ള ജ്വരമാണ് എന്നിലുള്ളതെങ്കിൽ എന്റെ മക്കൾ അതിനേക്കാൾ കൂടുതൽ ആ കാര്യത്തോട് ക്രാവിംഗ് ഉള്ളവരായിട്ട് മാറും. ഇതൊക്കെ നാം ചിന്തിക്കണം. ഇതൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവാൻ നമുക്ക് കഴിയണം. കാരണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ ദൈവാത്മാവ് പൗലോസിൽ കൂടെ പറയുന്നത് എന്താ? എങ്ങനെയാ ഇത് പോരാടേണ്ടത്? എങ്ങനെയാ പോരാടേണ്ടത്? ഈ ഭാഗം ആരും വായിച്ചിട്ടില്ലേ? ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. പഴയ നിയമത്തിൽ യുദ്ധം ചെയ്യാനായിട്ട് അവർക്ക് ഒരുപാട് അഭ്യാസികൾ ഉണ്ടായിരുന്നു അല്ലേ? അവരുടെ കയ്യിൽ എന്താ ഉള്ളത്? ചുമ്മാ പോവായിരുന്നു? അല്ല, അവർക്ക് അവരവരുടേതായിരിക്കുന്ന ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ആ ആയുധങ്ങളുമായിട്ടാണ് അവർ പോരാടിയത്. അങ്ങനെയാണ് അവർ വിജയം വരിച്ചത്. പരാജയപ്പെട്ടെങ്കിൽ അതിന്റെ കാരണവും എന്തായിരുന്നു? ആ ആയുധങ്ങൾ അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്നതാണ്. ഇവിടെ നമ്മോട് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കണം. നമ്മൾ ഇതൊക്കെ വായിച്ചിട്ടുള്ളതാണ്, പ്രസംഗിച്ചിട്ടുള്ളതാണ്, നാം കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഈ സർവായുധ വർഗം എന്നിലുണ്ടോ? ഞാനത് ധരിച്ചു നിൽക്കുമ്പോൾ എന്റെ മക്കൾ ചോദിക്കും, ഇതെന്തിനാ ഈ ആയുധം? അപ്പോൾ നമ്മൾ പറയും, ഇതെന്തിനാ? ഇത് പിശാചിനോട് പോരാടാൻ. അവിടെ നമ്മൾ താഴെ വായിക്കുന്നുണ്ട്, എന്തൊക്കെ സർവായുധ വർഗം? നിങ്ങളുടെ അരയ്ക്ക് എന്ത് കെട്ടണം? മാതാപിതാക്കന്മാരായ നമ്മൾ സത്യമുള്ളവരായിരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മക്കൾ എങ്ങനെ സത്യം പറയും? എങ്ങനെ പറയും? നാം സത്യത്തിന് വേണ്ടി നിൽക്കുന്നില്ലെങ്കിൽ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നില്ലെങ്കിൽ എങ്ങനെ നമ്മുടെ മക്കൾ അതിനു വേണ്ടി നിൽക്കും? പിന്നെ മക്കളെ കൊട്ടിപ്പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് ഈ എന്ന് പറയുന്ന കോളേജിലെ സ്കൂളിലെ സെക്കുലർ വിദ്യാഭ്യാസമല്ലത്. ഇത് ആത്മീകമായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആത്മീകമായിരിക്കുന്ന കാര്യങ്ങൾ മക്കളിലേക്ക് നമ്മൾ പകർത്തുക എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ സർവായുധ വർഗം ആദ്യം ആരിലാ ഉണ്ടാകേണ്ടത്? എന്നിലുണ്ടാകണം, നമ്മിലുണ്ട്. സത്യം അരക്കി കെട്ടണം. സത്യമുള്ള ഒരു ജീവിതം. സത്യം അരക്കി കെട്ടിയാലുള്ള ഗുണം, എവിടെയും നമുക്ക് പ്രാഗൽഭ്യത്തോടുകൂടെ നിൽക്കാൻ പറ്റും. എവിടെയും പോയി നമ്മുടെ തല കുഴിക്കേണ്ട അവസ്ഥ നമുക്ക് വരില്ല.
നാം സത്യത്തിന് വിരുദ്ധമായിട്ട് ജീവിച്ചാൽ നാം ലജ്ജിതരാകുമ്പോൾ ഇതാരാ കാണുന്നത്? തലമുറകൾ കാണും. തലമുറകൾ അത് മനസ്സിലാക്കും. ഓട്ടോമാറ്റിക്കായിട്ട് അവരും ആ സത്യത്തിന് വിരുദ്ധമായി ജീവിക്കുവാൻ തുടങ്ങും. അതുകൊണ്ട് സത്യം അരക്കി കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക. ഞാൻ ഓരോന്നും പറയുന്നില്ല, അതെല്ലാം ആ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കുക, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുക, രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കുക, ദൈവവചനമെന്ന ആത്മാവിന്റെ വാൾ കൈക്കൊള്ളുക, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക. ഇതാണ് ആയുധവർഗം. അല്ലാതെ അമ്പും വില്ലും ഒന്നുമല്ല, വായ തോന്നുന്നത് വിളിച്ചു പറയുന്നതല്ല. അതല്ല ആയുധങ്ങൾ. ജീവിതത്തെ ദൈവത്തിന്റെ വചനപ്രകാരം കൺട്രോൾ ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളെയും നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് എന്തുണ്ടാകുന്നത്? പിശാചിനോട് പോരാടുവാൻ നമുക്ക് സാധിക്കുന്നത്, യുദ്ധം ജയിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എങ്ങനെയാ? പിശാച് നോക്കുന്ന സമയത്ത് നമ്മിൽ എന്ത് കാണണം? നമ്മിൽ ഈ ദൈവത്തിന്റെ സർവായുധ വർഗം നാം ധരിച്ചിരിക്കുന്നത് പിശാച് കാണണം. ഇന്നൊരാള് പ്രസംഗിക്കുന്നത് കേട്ടു, നിങ്ങളുടെ വീട്ടിൽ ഭൂതബാധ ഒക്കെ ഉണ്ടെങ്കിൽ സമയത്ത് നിങ്ങൾ ഡ്രം എടുത്തു കൊണ്ടുവരിക, കൊട്ടുക, 4 പാട്ട് പാടുക, 4 അന്യഭാഷ പറയുക, അതോടുകൂടെ ദുഷ്ടൻ പിശാച് പോവില്ല. എങ്ങനെയാ പോണത്? ഇത് പാട്ടുപാടിയാ പോണ പിശാചാണോ ഈ ദുർഭൂതങ്ങൾ? ഡ്രമ്മ് കൊട്ടിയാ പോണത്? അതൊക്കെ കൊട്ടാൻ പാടാം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അത് കൊട്ടിയാൽ ഭൂതം പോകുമെന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസമാണ്. എന്താ ഉണ്ടാകേണ്ടത്? ദൈവത്തിന്റെ സർവായുധ വർഗം, സത്യം, നീതി, ഒരുക്കം, രക്ഷ, വിശ്വാസം, പ്രാർത്ഥന, ദൈവവചനം, ഇതെല്ലാം നമ്മിൽ ഉണ്ടെങ്കിൽ ഒരു പിശാചിനും നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയുന്നതല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ആ പോരിന്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോരാടാനുള്ള ആയുധം എന്ന് പറയുന്നത് അതെന്തല്ല? അത് മാനുഷികമല്ല, അത് ജഡികമല്ല. ഒരു വാക്കും കൂടെ വായിക്കുമ്പോ നമുക്കത് മനസ്സിലാകും. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഇതാരാ പറയുന്നത്? പൗലോസും സഹപ്രവർത്തകരും പറയുകയാണ്, ഞങ്ങൾ പോരാടുന്നവരാണ്, പക്ഷേ ഞങ്ങൾ എങ്ങനെ പോരാടുന്നില്ല? ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങൾ ആരോടും യുദ്ധം ചെയ്യാൻ പോകുന്നില്ല, ആരുടെയും മെക്കെട്ട് കയറാനായിട്ട് ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ആരുടെയും തലവെട്ടാനായിട്ട് പോകുന്നില്ല. ഞങ്ങളുടെ ആയുധങ്ങൾ എന്താണ്? താഴെ വായിക്കുന്നത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല, പോരിന്റെ ആയുധങ്ങളും എന്തല്ല? അതും ജഡീകങ്ങളല്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മതക്കാരും ചെയ്യുന്നത് പോലുള്ള ആയുധങ്ങളല്ല ഞങ്ങളുടെ കരങ്ങളിലുള്ളത്. പിന്നെ എന്താണ് അവിടെ വായിക്കുന്നത്? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നദ്ധയിൽ ശക്തിയുള്ളവ തന്നെ. കോട്ടകളെ ഇടിക്കുവാൻ, പിശാചിന്റെ കോട്ടകളെ ഇടിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളവ. അതേതാണ് ആ ഉപകരണം? അതാണ് ദൈവത്തിന്റെ സർവായുധ വർഗം. കോട്ടകളെ ഇടിക്കുവാൻ കഴിയുന്ന സർവായുധ വർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സർവായുധ വർഗമാണ്. കോട്ടകളെ ഇടിക്കുവാൻ ശക്തമായിരിക്കുന്ന ആയുധം അത് ജഡീകങ്ങളല്ല. അതാണ് കർത്താവ് പറഞ്ഞ വാക്കപ്പോൾ നമ്മൾ ഓർക്കണം, എന്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായെങ്കിൽ ഞാൻ ഇവരോട് പോരാടുമായിരുന്നു. ഇല്ല, എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ പോരാട്ടവും ഐഹികമല്ല. എന്റെ പോരാട്ടം ആരോടാണ്? ഈ ദുഷ്ടനായിരിക്കുന്ന പിശാചിനോടാണ്. നമുക്കും പോരാട്ടം അതേ പിശാചിനോട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ വീണ്ടും വായിക്കുന്നു, ഏവയാൽ ഈ ദൈവത്തിന്റെ സർവായുധ വർഗത്താൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സങ്കല്പങ്ങളും
ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി എന്ത് ചെയ്യുന്നു? പിടിച്ചടക്കുന്നു. ഇതാരായിരിക്കണം ഇതിന്റെ മാതൃക? നാം ആയിരിക്കണം. വരുന്ന എല്ലാ കാര്യങ്ങളെയും പിടിച്ച് പോക്കറ്റിലിടാനല്ല പറഞ്ഞത്. ഏത് ചിന്ത വന്നാലും അതിനെങ്ങനെ തലയിൽ ചൊരുക്കൂട്ടി കൂടുവെച്ച് അതിനെ വളർത്തി വലുതാക്കാനല്ല പറഞ്ഞത്. ഏത് കാഴ്ച കണ്ടാലും കാണാനുള്ള അതല്ല പറയുന്നത്. എന്തും വിളിച്ചു പറയാനുള്ളതല്ല നമ്മുടെ അധരം. എന്തും ചിന്തിക്കാനുള്ളതല്ല നമ്മുടെ ചിന്ത. എവിടെയും പോകാനുള്ളതല്ല നമ്മുടെ കാലുകൾ. എന്തും തിന്നാനുള്ളതല്ല നമ്മുടെ അധരം. അവിടെയൊക്കെ നമ്മൾ എന്ത് കാണണം? ദൈവവചനത്തിന്റെ വ്യവസ്ഥകൾ നമ്മൾ പാലിക്കണം. അങ്ങനെ വരുന്നില്ലെങ്കിൽ അത് വലിയ പരാജയത്തിലേക്ക് പോകുവാനായിട്ട് സാധ്യമായിട്ട് തീരും. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ സർവായുധ വർഗം നമ്മൾ ധരിക്കണം. എന്നിട്ട് നമ്മൾ വിജയിക്കുന്നവരാണ് എന്നുള്ളത് ആർക്ക് കാണിച്ചു കൊടുക്കണം? മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. മക്കളെ, ഇതാണ് വിജയകരമായ ജീവിതം. അല്ലാതെ മക്കൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. ഇതാണ് വിജയകരമായ ജീവിതം. നമുക്കതിന് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? മക്കളോടൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ മക്കൾ അത് ചിലപ്പോ മാതാപിതാക്കന്മാരെ ഭയപ്പെട്ടിട്ട് ചിലപ്പോ മുഖത്ത് നോക്കി പറഞ്ഞില്ല എന്ന് വരും. പക്ഷെ ഉള്ളത്തിൽ അവര് പറയും, ആദ്യം പപ്പ നന്നാവ്, എന്നിട്ട് ഞാൻ നന്നാവാം. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യം അവരുടെ മുൻപാകെ എങ്ങനെയാണ് ഈ പിശാചിനോട്, ഈ ജാതിയോട് എതിരിടുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതാണല്ലോ ന്യായാധിപന്മാരുടെ പുസ്തകം 3:1 നമ്മൾ പഠിച്ചത്. ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ പോരാടണം, നിങ്ങൾ യുദ്ധം ചെയ്യണം. ആരോട്? അവിടെ പ്രധാനമായിട്ട് 5 പ്രഭുക്കന്മാർ എന്നൊക്കെ പറയുന്നത്, 5 പ്രധാന പ്രഭുക്കന്മാർ. ഇന്നത്തേതിൽ നമ്മൾ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 40-ലധികം വരുന്നതായ ജാതികൾ, എത്രയോ തരത്തിലുള്ളതായ സ്വഭാവങ്ങൾ ഉള്ള ആളുകളുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും പാർക്കുന്നത്. അവിടെ വളരെ കരുതലുകൾ നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ മക്കളെ നാം പരിശീലിപ്പിക്കണം. ആ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവിടെ ആ വാക്ക്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്? നിങ്ങളുടെ യുദ്ധം അഭ്യസിപ്പിക്കണം, എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ്. അവരെ നിങ്ങൾ അത് പരിശീലിപ്പിക്കണം. അത് ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെട്ട് നാം പറയുമ്പോ ഓരോരോ വിഷയങ്ങളോട്, നമ്മുടെ മേൽ വരുന്നതായ പ്രലോഭനങ്ങളോട്, പാപങ്ങളോട്, ദ്രവ്യാഗ്രഹത്തോട്, സ്ഥാനമാന മോഹത്തോട് എല്ലാം നമുക്ക് കടന്നു വരുന്നതായ ആ കാര്യങ്ങളെ നാം എങ്ങനെ നേരിടുന്നുവെന്ന് മക്കളെ പറഞ്ഞ് അവരെ പഠിപ്പിക്കണം. മോനെ, മോളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ വരും, മോഹങ്ങൾ വരും, വശീകരണങ്ങൾ വരും. അവയെ നിങ്ങൾ എങ്ങനെ ചെയ്യണം? ഈ നിലയിൽ വേണം നിങ്ങൾ നേരിടുവാൻ എന്ന് അവരെ പരിശീലിപ്പിച്ചാൽ മാത്രമേ വരുന്ന തലമുറയിൽ അവരുടെ ജീവിതത്തിന്റെ നേരെ പ്രതിസന്ധികൾ വരുമ്പോൾ അതിലവര് ജയിക്കുവാൻ ഇടയാകുകയുള്ളൂ. ഇന്ന് നമുക്കറിയാം, ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്ന് വെള്ളം കണ്ടിട്ടില്ല, നീന്തലും അറിയാൻ പാടില്ല, അല്ലേ? പക്ഷേ ഒരു വെള്ളത്തിലേക്ക് വീണാൽ മക്കളെ ഇന്നതാണ്, ഇങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക എന്ന് ഇത് വാക്കാ പറഞ്ഞാൽ കിട്ടുന്ന കാര്യമാണോ? അത് ആദ്യം അവരെ നമ്മൾ നീന്തി കാണിച്ച് അവരെ അതെന്ത് ചെയ്യണം? പരിശീലിപ്പിച്ചാൽ മാത്രമേ അവർ അത് ചെയ്യുകയുള്ളൂ. വെള്ളത്തിൽ വീണിട്ട് അയ്യോ മക്കളെ എന്താ അങ്ങനെ ചെയ്യാതിരുന്നത്, ഇങ്ങനെ ചെയ്യാതിരുന്നത്, കൈയിട്ടടിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവർ കൈകാലിട്ടടിക്കും മുമ്പേ നമ്മൾ അവരെ ആ കാര്യത്തിൽ നാം പരിശീലിപ്പിക്കും. ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതായിരിക്കണം ആത്മീക ജീവിതത്തിലും നമ്മൾ കാണേണ്ടത്. അവർ ആയിരിക്കുന്ന സാഹചര്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല. ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ എന്തൊരു ഭയഭക്തിയാ. പുറത്തിറങ്ങട്ടെ ഇവരൊക്കെ. ഇവരൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് ഇവരുടെ ആ എന്താ പറയുന്നത്, തനി സ്വഭാവം വെളിപ്പെടാൻ പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത്
തനി സ്വഭാവം ഒന്നും വെളിപ്പെടാതെ ഏത് സ്വഭാവം വെളിപ്പെടണം? ഏത് സ്വഭാവം വെളിപ്പെടണം? ദൈവീക സ്വഭാവങ്ങൾ വെളിപ്പെടണമെങ്കിൽ ആ സ്വഭാവം എവിടെ നിന്ന് കിട്ടണം? മാതാപിതാക്കളിൽ നിന്ന് കിട്ടണം. മാതാപിതാക്കളിൽ നിന്ന് കിട്ടുമ്പോ അത് മറ്റുള്ളവരിലേക്ക് വേഗത്തിൽ പകരുവാൻ നമുക്ക് സാധിക്കും. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു വാക്യം അല്ല, 1 പത്രോസ് 2:17 അല്ല, സോറി, അതിന്റെ 11-ാം വാക്യം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തണം. അവരെ വായിക്കുന്ന ഒരു വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. നിങ്ങൾ പ്രവാസികളാണ്, നിങ്ങൾ പരദേശികളാണ്. ഇന്ന് നിങ്ങളോട് പോരാടുന്നത് ജാതികളല്ല, മനുഷ്യരല്ല, പിന്നെ എന്താണ്? ജഡമോഹങ്ങളാണ്. ജഡമോഹങ്ങളാണ്, ജഡത്തിന്റെ താല്പര്യങ്ങളാണ്, ജഡത്തിന്റെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ജഡത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കുവാനുള്ള പ്രലോഭനങ്ങൾ, വശീകരണങ്ങൾ വരുമ്പോൾ ഓർക്കണം, ഇതെന്റെ ആത്മാവിനോട് പോരാടുന്ന പോരാട്ടമാണ്. അതിനെങ്ങനെ ജയിക്കണം? ദൈവത്തിന്റെ സർവായുധ വർഗം ഞാൻ ധരിക്കണം. നാം അതുപോലെ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, 1 തെസ്സലോനിക്കർ 5:15 നമ്മൾ വായിക്കുന്നത് ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു വാക്യമാണ്. 5-ാമത്തെ വാക്യം. 5-ാമത്തെ വാക്യം, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവർ അല്ല. നാം ഇരുളിനുള്ളവരല്ല, നാം വെളിച്ചത്തിന്റെ മക്കളാണ് എന്നുള്ള ആ ബോധ്യം നമുക്ക് ദൈവാത്മാവ് തരട്ടെ. ഞാൻ ഒരു വാക്യം ഒന്നുകൂടെ, തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. 1 തിമോത്തിയോസ് 5:15 നാം ഇത് കഴിഞ്ഞ നമ്മുടെ കോട്ടേജ് മീറ്റിംഗ് ചിന്തിച്ചതാണ്. ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ. സാത്താന്റെ പിന്നാലെ പോയല്ലോ. അത് നമുക്കറിയാം, ചില യുവതികളെ കുറിച്ച് പറയുന്ന ചില വാക്കുകളാണത്. അവിടെ ആ വാക്ക് ഇങ്ങനെയാണ്, ഇപ്പോൾ തന്നെ ചിലർ വഴി പിഴച്ചു പോയല്ലോ എന്നാണ്. ഇപ്പോൾ തന്നെ ചിലർ വഴി പിഴച്ചു പോയല്ലോ എന്ന് പറഞ്ഞാൽ, തങ്ങൾ ദൈവത്തിന് അധീനരായി നിൽക്കേണ്ടതിന് പകരം അവർ ആർക്കധീനരായിട്ട് തീർന്നു? ഈ ലോകത്തിന്, ജഡമോഹങ്ങൾക്ക്, കൺമോഹങ്ങൾക്ക് അധീനരായി തീർന്നത് നിമിത്തം അവർക്ക് എന്താ സംഭവിച്ചത്? വഴി പിഴച്ചു പോയി. വളരെ വളരെ ഗൗരവത്തോടെ ഓർക്കുക, ദൈവം നമുക്ക് തന്ന മക്കളാരും ഈ സാത്താന്റെ പുറകെ പോകാൻ ഇടവരരുത്. ഈ പിശാചിന്റെ പുറകെ പോകാൻ ഇടവരരുത്. അതിന് നമ്മൾ ചെയ്യണം. എന്ത് ചെയ്യണം? നാം ആദ്യം പോരാടി, ഇങ്ങനെയാണ് മക്കളെ പിശാചിനോട് പോരാടേണ്ടത്, ഇങ്ങനെയാണ് ജഡത്തോട് പോരാടേണ്ടത്, ഇങ്ങനെയാണ് അധികാരത്തോട് പോരാടേണ്ടത്, ഇങ്ങനെയാണ് അന്ധകാരത്തിന്റെ ശക്തികളോട് പോരാടേണ്ടത്. അതിനെ ധരിക്കേണ്ടത് ദൈവത്തിന്റെ സർവായുധ വർഗമാണ് എന്ന ആ കാര്യത്തെ പങ്കുവെക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇന്ന് ഞാനിവിടെ നിർത്താം. കുറച്ച് കാര്യം കൂടെ പറയാനുണ്ടായിരുന്ന സമയം അല്പം മുൻപോട്ട് പോയല്ലോ. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, തലമുറകളിലേക്ക് ഈ ദൈവത്തിന്റെ വചനത്തെ നാം പകർത്തുക, പങ്കുവെക്കുക എന്നത് മാത്രമല്ല, ദൈവം നമ്മെ ജീവിക്കുവാൻ അനുവദിക്കുന്നതായ ഇടങ്ങളിൽ നാം പാർക്കുന്ന ചുറ്റുപാടുകൾ അത് തികച്ചും പൈശാചികമാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ നമ്മൾ പാലിക്കേണ്ടതായ കാര്യങ്ങൾ നാം പാലിക്കുക. അത് നമ്മുടെ മക്കളെ അങ്ങനെ അഭ്യസിപ്പിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക തെറ്റും ശരിയും എന്താണ്. ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ, ഒരു കോളേജിലേക്ക് ചെന്നാൽ, ഒരു സ്കൂളിലേക്ക് ചെന്നാൽ,
ഒരു ജോലി സ്ഥലത്തേക്ക് ചെന്നാൽ അവിടെ തെറ്റും ശരിയും ഇന്നതാണ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ നിലയിൽ അവരെ മുൻപോട്ട് നയിക്കുന്നില്ലെങ്കിൽ നാളെ നമ്മൾ ദുഃഖിക്കേണ്ടതായി വരും. അതിന് ഇടവരാതിരിക്കട്ടെ. ഇന്ന് അത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.